അറ്റോമിക് ക്ലോക്കുകളെ സിങ്ക്രണൈസ് ചെയ്തിട്ട് 2 എണ്ണത്തിനെ 2 കൊമേഴ്ഷ്യൽ എയർലൈൻസിലാക്കി ഒന്നിനെ ഈസ്റ്റിലോട്ടും ഒന്നിനെ വെസ്റ്റിലോട്ടും അയച്ചു. ഭൂമിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേഷനറി ഒബ്സർവറിന് റിലേറ്റീവായിട്ട് ഗ്രാവിറ്റിയുടെ എഫക്റ്റുകൾ കുറയുന്ന ഹൈറ്റിൽ ഹൈ സ്പീഡിലാണ് ഈ പ്ലെയിനുകളെ പറത്തിയത്. US-ന്റെ ഒരു നേവൽ ഒബ്സർവേറ്ററിയിൽ ഇതുപോലെയുള്ള ഐഡന്റിക്കൽ ക്ലോക്കുകൾ ഭൂമിയിൽ വെച്ചിരുന്നു. എക്സ്പെരിമെന്റ് കഴിഞ്ഞപ്പോൾ ഈസ്റ്റിലോട്ട് പോയ ഫ്ലൈറ്റിലെ ക്ലോക്ക് ഗ്രൗണ്ടിലെ ക്ലോക്കിനേക്കാളും 59 നാനോ സെക്കൻഡ്സ് പതുക്കെയായിരുന്നു സമയം കാണിച്ചത്. വെസ്റ്റിലോട്ട് പോയ പ്ലെയിനിലെ ക്ലോക്ക് ഗ്രൗണ്ടിനെ ക്ലോക്കിനേക്കാൾ 273 നാനോ സെക്കൻഡ്സ് കൂടുതലുമായിട്ട് സമയം കാണിച്ചു. 1970-കളിൽ ഈ എക്സ്പെരിമെന്റിന്റെ വാല്യൂ പ്രിസൈസ് അല്ലെന്നും ഇത് തെറ്റാണെന്നും ഒക്കെയുള്ള ക്രിറ്റിസിസംസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഒരുപാട് വർഷങ്ങളിൽ കൂടുതൽ ആക്യുറേറ്റ് ആയ അറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിച്ച് ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതേ റിസൾട്ടുകൾ കൺഫേം ചെയ്തിട്ടുമുണ്ട്. ഹെൻസ് പ്രൂവിംഗ് ഐൻസ്റ്റീൻസ് റിലേറ്റിവിറ്റി തിയറി.